നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് മഹാമാരിയുടെ ഭീതി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഒരുവിധം ഒഴിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ ആശ്വാസത്തിലാണ് സ്വദേശികളും പ്രവാസികളും എല്ലാം. ഇതിന്റെ ഇടയിൽ കോവിഡ് സംബന്ധമായി തെറ്റായ രീതിയിൽ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ. ഇത് ലംഘിച്ച് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് പിഴ ചുമത്തുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. 1 ദശലക്ഷം റിയാൽ വരെയാണ് പിഴ ചുമത്തുക. കോവിഡ് സംബന്ധമായ തെറ്റായ വാർത്തകൾ, കിംവദന്തികൾ എന്നിവ പ്രചരിപ്പിക്കുന്നവർക്ക് ചുരുങ്ങിയത് 1 ലക്ഷം റിയാൽ പിഴയും 1 വർഷം മുതൽ 5 വർഷം വരെ തടവും ശിക്ഷയായി ലഭിക്കും. ഇത്തരം പ്രവൃത്തികൾക്ക് പരമാവധി 1 ദശലക്ഷം റിയാൽ വരെ പിഴ ചുമത്തപ്പെടാമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തെ ജനങ്ങളിൽ പരിഭ്രാന്തി ഉളവാക്കുന്ന ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കുന്നവർക്ക് ഇരട്ടി പിഴ ചുമത്തും. അതേസമയം കോവിഡിനെ മറികടന്ന ആദ്യ രാജ്യങ്ങളിലൊന്നാണ് സൗദി അറേബ്യയെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കോവിഡ് മുക്തമായതോടെ ഇത് സംബന്ധിച്ച വിശകലനവും വാർത്താ സമ്മേളനവും നിർത്തലാക്കിയതായും കഴിഞ്ഞ ദിവസം മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. രാജ്യത്ത് കോവിഡ് റിപ്പോർട്ട് ചെയ്തതോടെയാണ് ഇത് സംബന്ധിച്ച വിശകലനവും ദൈനംദിന വാർത്താ സമ്മേളനവും ഒക്കെ ആരംഭിച്ചത്. 2020 മാർച്ച് 2-നാണ് രാജ്യത്ത് ആദ്യം കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്തത്. ആരോഗ്യ സഹമന്ത്രിയും മന്ത്രാലയ വക്താവുമായ ഡോക്ടർ മുഹമ്മദ് അബ്ദു അൽ അലിയാണ് ഇതിന് നേതൃത്വം നൽകിയിരുന്നത്. കോവിഡ് അവസ്ഥകൾ, രോഗികൾ, സുഖം പ്രാപിച്ചവർ, ആശുപത്രിയിൽ കഴിയുന്നവർ, വാക്സിനുകൾ എന്നിവ സംബന്ധിച്ച ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ വിശദീകരിച്ച ആരോഗ്യ വക്താവിന്റെ അവസാനത്തെ വാർത്താ സമ്മേളനം നടന്നത് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ്. രാജ്യം വിജയകരമായി മഹാമാരിയെ മറികടക്കുകയും പൂർണ്ണമായ വീണ്ടെടുക്കൽ ഘട്ടം ആരംഭിച്ചതായും അദ്ദേഹം അറിയിക്കുകയുണ്ടായി. രാജ്യത്ത് കോവിഡ് വ്യാപനമുണ്ടായ ആദ്യ നിമിഷം മുതൽ അതിനെ നേരിടാൻ സൽമാൻ രാജാവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തിയ ശ്രമങ്ങളുടെയും പദ്ധതികളുടെയും ഫലമാണിത്. മഹാമാരിയെ മറികടന്ന് പൂർണ്ണമായ വീണ്ടെടുക്കലിന്റെ പരിധിയിൽ എത്തിയതായി പ്രഖ്യാപിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യങ്ങളിലൊന്നായി സൗദി അറേബ്യ മാറിയെന്നും ആരോഗ്യ വക്താവ് അറിയിച്ചു. മുൻ ആഴ്ചകളെ അപേക്ഷിച്ച് രാജ്യത്ത് കോവിഡ് കേസുകൾ 95% കുറഞ്ഞു. അതേ കാലയളവിൽ ഗുരുതരമായ കേസുകളുടെ 62% കുറഞ്ഞിട്ടുണ്ട്. കോവിഡ് പ്രതിരോധ പദ്ധതികളുടെ വിജയം, സമൂഹത്തിന്റെ ഉയർന്ന അവബോധം, പ്രതിരോധ കുത്തിവെപ്പുകൾക്കുള്ള ഉയർന്ന ആവശ്യം എന്നിവയുടെ ഫലമായി വരും കാലയളവിലും സൂചകങ്ങൾ കുറയുന്നത് തുടരും. വാക്സിൻ ദേശീയ പദ്ധതി രോഗത്തിന്റെ ഫലങ്ങൾ ലഘൂകരിക്കുന്നതിനും അതിന്റെ വ്യാപനം പരിമിതപ്പെടുത്തുന്നതിലും നല്ല സ്വാധീനം ചെലുത്തിയെന്നും ആരോഗ്യ വക്താവ് അറിയിക്കുകയുണ്ടായി. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കൊണ്ടുവന്ന ഏതാണ്ട് എല്ലാ നിയന്ത്രണങ്ങളും ആഭ്യന്തര മന്ത്രാലയം ഒഴിവാക്കിയതായി അറിയിച്ചിരുന്നു. സാമൂഹിക അകലം പാലിക്കൽ, പൊതു ഇടങ്ങളിലെ മാസ്ക് ധരിക്കൽ, യാത്രക്കാർക്കുള്ള PCR ടെസ്റ്റുകൾ, ക്വാറന്റൈൻ വ്യവസ്ഥകൾ, സ്ഥാപനങ്ങളിലെ പ്രവേശന നിയന്ത്രണങ്ങൾ തുടങ്ങിയവയെല്ലാം ഒഴിവാക്കിയതിൽ ഉൾപ്പെടുന്നു. വാക്സിനേഷൻ എടുത്തിരിക്കണമെന്ന നിബന്ധന മാത്രമാണ് സൗദിയിലേക്കുള്ള യാത്രക്കാർ ഇനി മുതൽ പാലിക്കേണ്ടത്. കോവിഡ് വ്യാപനം കുറഞ്ഞ സാഹചര്യത്തിലാണ് രാജ്യം പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു പോകുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കിയത്. എന്നാൽ രാജ്യത്ത് കോവിഡ് പ്രതിരോധ ആപ്പായ തവക്കൽന ആപ്പിന്റെ ഉപയോഗം തുടരും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.